നിർത്തിക്കേ, വണ്ടി ഫുൾ മോഡിഫിക്കേഷൻ ആണല്ലോ. സൈലോട്ട് പിടിച്ചേ. നമ്മൾ മോഡിഫിക്കേഷനൊക്കെ പറ്റി അടിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഈ മോഡിഫിക്കേഷൻ കണ്ടുപിടിച്ചതുമെല്ലാം. എനിക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ സഹായിച്ചത് ആ വീട്ടിലേക്ക് പോകുന്ന വഴികൾ കാണണം, വളരെ ഇടുങ്ങിയ വഴികളാണ്. ആ ഇടുങ്ങിയ വഴി കൂടിയാണ് അനൂപ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. അനൂപ് കുറേ നാളായിട്ട് ആ ഒരു ആഗ്രഹം പറഞ്ഞേക്കാണ്, അനൂപിനൊരു വീട് വേണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ശരി സാർ. ഓക്കെ 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 ശരി സാർ. നിർത്തിക്കേ, വണ്ടി ഫുൾ മോഡിഫിക്കേഷൻ ആണല്ലോ. സൈലോട്ട് പിടിച്ചേ. അനൂപേ, വണ്ടി ദിവസവും മോഡിഫിക്കേഷൻ ഒക്കെ നല്ല അടിപൊളിയാക്കിയല്ലോ ഇത്. ഇത് നമ്മുടെ അനൂപ്, മാവേലിക്കരക്കാർക്ക് ഏറെ സുപരിചിതനാണ് അനൂപ്. അനൂപ് എത്തിപ്പെടാത്ത മേഖലകളില്ല. അനൂപിന് ഒരു ഭിന്നശേഷിക്കാരനാണെങ്കിലും അതിൻ്റെതായ ഒരു മാനസിക വികാരങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മാർട്ടായിട്ടാണ് നടക്കുന്നത്. അനൂപ് തന്നെ ആവശ്യപ്പെട്ടേക്കോ ഇപ്പം ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്തണം, അതുപോലെ തന്നെ ഈ അലക്ഷ്യമായ ഡ്രൈവിങ്ങിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മോട്ടോർ വാഹനവരോട് പ്രകടിപ്പിച്ച്. അനൂപ് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 8 മണിയാകുന്നുണ്ട് നമ്മുടെ RTOസിൻ്റെ അവിടെ വരും. അവിടെ വന്നിട്ട് അവിടെ ലേണേഴ്സിന് വരുന്ന കുട്ടികൾക്കെല്ലാം ഈ ലോട്ടറികളൊക്കെ നൽകി എല്ലാം ഒരു 11-12 മണിയാകുമ്പോഴത്തേക്ക് ലോട്ടറി തീരും. അപ്പോൾ അനൂപ് ഇടയ്ക്ക് ഒരു ആഗ്രഹം പറഞ്ഞു, അനൂപിന് ദേശീയ പതാക ഉയർത്തണം. നമ്മളങ്ങനെ സിവിൽ സ്റ്റേഷൻ്റെ ദേശീയ പതാക ഉയർത്തി. ഒരു പക്ഷേ ഒരു ഭിന്നശേഷിക്കാൻ ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തുന്നത് ഇവിടെ ഈ കഴിഞ്ഞ അങ്ങേ മുന്നിലത്തെ വർഷമായിരുന്നു ദേശീയ പതാക ഉയർത്തിയത്. ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന ആൾക്കാർ ഇവരൊക്കെ. എനിക്ക് ഫുൾ സപ്പോർട്ടാണ് ഇവര്. മോട്ടോർ വാഹന വകുപ്പ് എനിക്ക് ലോട്ടറി കൊണ്ട് വിറ്റ് തീർക്കാനും ഏറ്റവും കൂടുതൽ ലോട്ടറി എഴുതിയിട്ട് എന്നെ സഹായിക്കും. വിറ്റ് അകത്തോട്ട് കയറി അവിടെ ലേണേഴ്സ് വരുന്നവർക്കും എല്ലാവരും വിൽക്കാനും എല്ലാം ഫുൾ സപ്പോർട്ടാണ് ഇവിടെ മോട്ടോർ വാഹന വകുപ്പ്. വേറെ എനിക്ക് ടയർ മാറ്റാനും, ടയർ തേഞ്ഞ് ഒരു പഞ്ചർ പോലായിരുന്നു, 4 ടയറും. അപ്പോൾ അത് മാറ്റാനും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചു. പിന്നെ ഈ മേൽക്കൂര ഇതൊക്കെ ഇവരുടെ സഹായത്താലാണ് വെച്ച് തന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സഹായത്താലാണ് മൊത്തം മാറ്റി ഇതെല്ലാം മോഡിഫിക്കേഷൻ ചെയ്യാൻ സഹായിച്ചത്. എനിക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ സഹായിച്ചത് മോട്ടോർ വാഹന വകുപ്പ്. അല്ല, ഇതിന് വിലയുള്ളതാണ്. ഇത് 4 ടയറിനോട് ഒരു 20,000 രൂപ വില വരും. ഞാൻ പലരോടും പറഞ്ഞിട്ട് ആരും ഈ 20,000 രൂപ എന്ന് പറയുമ്പോൾ ആൾക്ക് സഹായിക്കാനൊരു ഇത്രയും വിലയാവല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്നേരമാണ് മനോജ് സാറിനോട് പറഞ്ഞ് സാറ് ഇത് നമ്മളുടെ ഇവിടെ ഈയിടെ ഒരു ഡ്രൈവ് അവേ ഫ്രം ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ 24 ന്യൂസിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിൽ അനൂപ് നമ്മുടെ പങ്കെടുത്ത സമയത്താണ് നമ്മുടെ ഈ മറ്റം സെൻറ്റ് ജോൺസിലെ 10ാം ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അവർ ഈ ക്യാമ്പയിനകത്ത് വന്നു. അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഈ ടയർ വിട്ട്. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ അന്നേരം തന്നെ ഈ ടയറിന് ഓർഡർ ചെയ്ത് അങ്ങനെയാണ് അനൂപിന് കിട്ടിയത്. അപ്പോഴാണ് നമ്മുടെ ഈ ടീം റയർ എഞ്ചിൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പഴയ വാഹനങ്ങളുടെയൊക്കെ ഒരു ക്രൈസറിലെ കുറേ ചെറുപ്പക്കാർ ഉണ്ട്. ഒരുപാട് നല്ല സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇതിനൊരു മേൽക്കൂര ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ്. സാധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ AC ഉള്ള വണ്ടിക്കകത്ത് നമ്മളിപ്പം ഗ്ലാസ്സിൽ പേപ്പർ ഒട്ടിക്കാത്തത് കൊണ്ട് വാഹനത്തിൽ ചൂടടിക്കുന്ന പറയുന്ന ഒരു സംസ്കാരമുള്ള നാട്ടിലാണ് ഇത്രയും ഭിന്നശേഷിയുള്ള അനൂപ് ഇനി ഈ വെയിലും കൊണ്ട് പോകുമ്പോഴാണ് നമ്മളുടെ നോട്ടം ഇതിനൊരു മേൽക്കൂര വെക്കണമെന്നുള്ള രീതിയിലേക്ക് പോയി. അങ്ങനെ അവരത് പൂർണ്ണ മനസ്സോടെ അത് ഏറ്റെടുത്ത്. അപ്പോഴാണ് അനൂപ് പറഞ്ഞ് എനിക്ക് എന്തായാലും ഇത്രയും വെച്ചില്ലോ, ഞാനൊരു റോഡ് സുരക്ഷയുടെ സന്ദേശങ്ങളും നൽകാം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ലഹരിക്കെതിരെ പിന്നെ അതുപോലെ തന്നെ ഈ അമിത വേഗതയ്ക്കെതിരെയുള്ള സന്ദേശങ്ങളുടെ അനൂപിനെ എഴുതണമെന്ന് അനൂപ് തന്നെ ആവശ്യപ്പെട്ടു. അനൂപിന്റെ വാചകങ്ങളാണ് അതിന്റെ പുറകിൽ എഴുതിയേക്കുന്ന മൊത്തം. അനൂപ് തന്നെ പറയുന്നുണ്ട് ഈ ടെസ്റ്റിനൊക്കെ വരുമ്പോൾ സാധാരണ അങ്ങനെ പുറത്തുള്ള ആൾക്കാരെ കിടത്തി അവിടെ കച്ചവടം നടക്കാത്ത ഒരു ഇതാ. അനൂപിന് എന്തോ നിങ്ങൾ അങ്ങനെ ഒരു അനുമതി കൊടുത്തേക്കുന്നത്? അനൂപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഉദ്യോഗസ്ഥർ മാത്രമല്ല, നമ്മൾ സാമൂഹ്യ ജീവികളോടാണ്, നമ്മൾ സമൂഹത്തോടാണ് പ്രതിബദ്ധത വേണ്ടത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരോടൊക്കെ നമ്മളൊരു കരുതൽ വേണം. നാളെ ആരുടെ സ്ഥിതി എങ്ങനെ ആകുമെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മളായി കഴിയുന്ന ആർക്കും ഒരു ഛേദമില്ലാത്ത ഒരു ഉപകാരം അനൂപ് അവിടെ വരുന്നത്. അപ്പം അനൂപിനെ ഭയങ്കര ഫെമിലിയറാണ് സിവിൽ സ്റ്റേഷനകത്തല്ല. അവിടെ വന്ന് രാവിലെ 8 മണിയാകുമ്പോഴേ വന്ന് അതിനകത്തെല്ലാം കയറി ഇറങ്ങി ആ ലോട്ടറിയൊക്കെ വിറ്റാണ് അനൂപ് പോകുന്നത്. നമ്മളാ കഴിയുന്ന ആർക്കും എല്ലാം ഡിലേഴ്സ് നടക്കുന്ന സമയത്ത് അവിടെ വന്ന് എല്ലാം ടേസ്റ്റ് നടക്കും. അതെ, ഒന്നും ചെയ്യാറില്ല. സ്വയമേ എല്ലാവരും ഇങ്ങോട്ട് വന്ന് ലോട്ടറി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഹായമൊക്കെ നമ്മൾ അനൂപിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മൾക്ക് അനൂപിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൂപ് ഈ സ്ഥിരമായി അവിടെ വന്ന് അനൂപിനെ അറിയാം ഈ ലേണേഴ്സിൻ്റെ പ്രാധാന്യം എന്താണ്, അതുപോലെ പിന്നെ AMPമാരും MBAമാരും ക്ലാസ് എടുക്കുന്നത് ഇതെല്ലാം കേട്ടിട്ട് അനൂപ് തന്നെ അവിടെ ക്ലാസ് എടുക്കാറുണ്ട്. ഇവിടെ ഇവർക്കെല്ലാം വേണ്ട സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അനൂപ് അതിൽ നിന്നും ഉടലെടുത്ത ഒരു വികാരമാണ് അനൂപിൻ്റെ ഈ പിന്നെ വണ്ടിയുടെ പുറകിലെടുത്ത് വെച്ചിരിക്കുന്ന വാചകങ്ങൾ. അനൂപിൻ്റെ തന്നെ വാചകങ്ങളാണത്. അതെ. സാധാരണ ഈ പിന്നെ നമ്മൾ മോഡിഫിക്കേഷനൊക്കെ പറ്റി അടിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഈ മോഡിഫിക്കേഷൻ കണ്ടുപിടിച്ചതുമെല്ലാം.
കണ്ടുപിടിച്ച് വെച്ചത്. അപ്പോഴാണ് അനുവിൻ്റെ ഒരു ആശയം വന്നത്, എന്നാൽ പിന്നെ റോഡ് സുരക്ഷാ സന്ദേശം കൂടി ഇതിനകത്ത് കൊടുത്തേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അനൂപ് വന്നത്. അനൂപ് പറഞ്ഞേക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അനുവിനൊരു വീടില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു എന്തോന്ന്. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു അടുത്ത് വാടകയ്ക്കായിരുന്നു, അതിനുശേഷം ഇപ്പോൾ അപ്പുറത്തൊരു വീട് കണ്ടുപിടിച്ച് അവിടെയാണ്. ആ വീട്ടിലേക്ക് പോകുന്ന വഴികൾ കാണണം, വളരെ ഇടുങ്ങിയ വഴികളാണ്. ആ ഇടുങ്ങിയ വഴിയിലാണ് കൂടിയാണ് അനൂപ് ഓടിച്ചുകൊണ്ട് വന്നത്. അനൂപ് കുറേ നാളായിട്ട് ആ ഒരു ആഗ്രഹം പറഞ്ഞേക്കാണ്, അനൂപിനൊരു വീട് വേണമെന്നുള്ളൊരു ആഗ്രഹമാണ് പറഞ്ഞേക്കുന്നത്. അതെന്തായാലും താമസിക്കാവുന്ന നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് സാക്ഷാത്കരിക്കപ്പെടുമെന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യ ഒരു കുഞ്ഞുണ്ട്. അനുവേട്ടാ, ഈ പുറയിലൊക്കെ ഇങ്ങനെ ഒരു സന്ദേശം എഴുതി വെക്കാൻ കാരണം എന്തുവാ? ഇപ്പം എല്ലാ ശാരീരിക ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അമിത വേഗത്തിൽ ലഹരിക്കടിമയായിട്ട് ഓരോ അപകടങ്ങളിൽ ചെന്ന് ആടുന്നു. പിന്നെ ഞാൻ ഈ വീൽ ചെയറിൽ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ ആരോഗ്യമുള്ള ഒരു വ്യക്തി പെട്ടെന്നൊരു വീൽ ചെയറിലായി പോകുന്ന ആ ഒരു അവസ്ഥ, അത് ആ ഒരു ഇതിലൊരു വിഷമം തോന്നിയോണ്ടാണ് ഇങ്ങനെ ഒരു ബോധവൽക്കരണ സന്ദേശം എഴുതി ഇതിൽ വെക്കാൻ. അപ്പോൾ എന്തിനും ഇനി ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടോ? ഈ മാവേലിക്കര RD ഓഫീസിന് ഭിന്നശേഷി അവാർഡ് കിട്ടിയപ്പോൾ ആ തുക മറ്റൊരു നിലവിലുള്ള വയ്യാത്തൊരു ഭിന്നശേഷിക്കാരനാണ് അത് അവാർഡ് നൽകിയത്. അപ്പോൾ വളരെ തിരക്കുണ്ടായിട്ടും മന്ത്രി ഗണേഷ് കുമാർ സാറ് നേരിട്ടെത്തി ഒരു സാധാരണക്കാരാണ് അവാർഡ് കൊടുക്കാനായിട്ട് എത്തിച്ചേർന്നത്. എനിക്ക് എൻ്റെ ശാരീരിക രീതികൾ മൂലം അവിടെ അത്രയും ദൂരമായതുകൊണ്ട് എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. ഇനി എന്തെങ്കിലും മാവേലിക്കരയിൽ ഗണേഷ് സാർ എത്തുമ്പോൾ അത് എനിക്ക് നേരിട്ട് കണ്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നും ഒക്കെ ഒരാഗ്രഹം. കൂടെ ഫോട്ടോ എടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ മറ്റൊരു ആഗ്രഹം എൻ്റെത് വർഷങ്ങളായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ടൊരു വീട് വേണമെന്നാണ് എൻ്റെ ഒരു മറ്റൊരാഗ്രഹം. ശരി സാർ. ഓക്കെ 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 ശരി സാർ.